വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ 0 to Hero ഡേ 6. ഡേ 4 നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് കയറി, അതായത് പൈത്തണിലോട്ട് കയറി. അപ്പോൾ നമ്മൾ അന്ന് നോക്കിയത് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അതേപോലെ ഡാറ്റ ടൈപ്സ്, ബേസിക് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. വേണമെന്നുണ്ടെങ്കിൽ ആറ്റമിക് ഡാറ്റ ടൈപ്സ് എന്നൊക്കെ പറയാം. സോ അത് അത്രയും സംഭവങ്ങളാണ് നമ്മൾ ഡേ 4 നോക്കിയത്. ഡേ 5 അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇനി അടുത്ത ദിവസം അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാവരും ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ, കണ്ടിട്ട് മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഫ് ബ്ലോക്ക്, അതായത് നമുക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, അക്കാഡമിക് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രം ഫുൾ ഫീച്ചേഴ്സ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രം ഫുൾ ഫീച്ചേഴ്സ് കൊടുത്താൽ മതി എന്നുള്ളൊരു കേസ് വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമുക്ക് ഒരു പാരാമീറ്റർ വെക്കാം, അതായത് രജിസ്റ്റേർഡിനെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് വേറെ എന്ത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ പ്രൊഫൈൽ കംപ്ലീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. പ്രൊഫൈൽ കംപ്ലീഷൻ ഫോൾസ് ആണെങ്കിൽ അവരോട് പറയണം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയണം. ഓക്കെ, അതായത് രണ്ട് കേസിൽ രണ്ട് എക്സിക്യൂഷൻ ഫ്ലോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇഫ് ബ്ലോക്കിലൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഫ് ബ്ലോക്ക് നോക്കാം. അതായത് നമുക്ക് ഇഫ് ബ്ലോക്ക് എഴുതുമ്പോൾ ഒരു സിൻടാക്സ് ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഓക്കെ ഇന്ന സാധനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ കമ്പ്യൂട്ടറിന് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ എഴുതിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പൈത്തണിൽ എഴുതിയാൽ അതെങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് സിൻടാക്സ് ഇഫ് കണ്ടീഷൻ. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു ആംഗിൾ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുത്തില്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലാണ് ഈ ഇഫ് ബ്ലോക്കിലുള്ള സാധനം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ എഴുതുന്ന സാധനം എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള സംഭവം. ഓക്കെ, അതായത് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, അതായത് ഇപ്പോൾ എനിക്ക് എലിജിബിൾ ടു വോട്ട്, അതായത് വോട്ടിംഗ് എലിജിബിലിറ്റി എത്ര, 18 years ഓഫ് ഏജ്. അപ്പോൾ 18 years ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം. അതായത് 18 years ആയെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഉണ്ടാക്കണം. പിന്നെ ആദ്യം എന്ത് ചെയ്യും, ആദ്യം എനിക്കത് പ്രൊസീഡ് ചെയ്യണമെന്ന് എന്ത് വേണം, ഏജ് വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ യുവർ ഏജ്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എലിജിബിൾ ടു വോട്ട് എന്നുള്ള കണ്ടീഷനാണ്. അതായത് 18 വയസ്സും അതിന് മുകളിലോട്ടും, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 years. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ഏജ് ഗ്രേറ്റർ ദാൻ 17, വോട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ലൈക്ക് ഇവിടെ ഞാൻ എഴുതുന്നത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. എന്നിട്ട് ഈ കോളൻ അത് വേണം, അത് നിർബന്ധമാണ്. കാരണം നമ്മൾ ഒരു ഇഫ് ബ്ലോക്കിനകത്താണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പോകുന്നത് എന്ന് കാണിക്കാനാണ് ഈ കോളൻ. അതായത് ഇപ്പോൾ ഈ ഒരു കോളൻ ഇടുക, കോളൻ ഇട്ടിട്ട് എൻ്റർ, എന്നിട്ടൊരു ടാബ് അടിക്കുക. ഓക്കെ, ഒരു ടാബോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ലൈക്ക് നിങ്ങളുടെ യൂണിറ്റ് അനുസരിച്ച് ചെയ്യുക. അതായത് ഒരു ഫയൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഫ്രം ഫസ്റ്റ് ലൈൻ ടു ലാസ്റ്റ് ലൈൻ ഒരു സെയിം സാധനം ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടാബ് വേണ്ട, ഒരു സ്പേസ് മതി. ഓക്കെ ഫൈൻ. പക്ഷേ കൺവെൻഷനലി അതേപോലെ റീഡബിലിറ്റി ബെറ്റർ ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഒരു ടാബ് സ്പേസ്. ഓക്കെ, നമ്മൾ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതല്ല യൂസ് ചെയ്യണേ, നമ്മളൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അവസാനം എല്ലാം എഴുതി കഴിയുമ്പോൾ ഒരു കേളി ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മൾ സിയിലും ജാവയിലും അതുപോലുള്ള ലാംഗ്വേജസിലെല്ലാം യൂസ് ചെയ്യണേ. അവിടെ പക്ഷേ നമുക്ക് ഈ ഒരു ടാബ് സ്പേസ് ഇടണ്ടേ എന്നുള്ളത് പ്രോഗ്രാമറിന് ഇഷ്ടമായി. ഇട്ടാലും ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ കൺവെൻഷനലി ഇടാറുണ്ട് എല്ലാവരും ഫോർ ബെറ്റർ റീഡബിലിറ്റി. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തിനകത്താണെന്ന് കാണിക്കാൻ ജസ്റ്റ് നീക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത്ര സാധനങ്ങൾ അതിൻ്റെ അകത്താണ് എന്നുള്ളത്. അതിനുവേണ്ടി സിയിലും ജാവയിലും ഒക്കെ ഈ കൺവെൻഷൻ ഫോളോ ചെയ്യാറുണ്ട്. സോ അപ്പോൾ പൈത്തണിൽ നമ്മൾ അതല്ല, ഒരു കോളനാണ് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് എന്ന് സിഗ്നിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം. എന്നിട്ട് നമ്മളെന്താ ഒരു ടാബ് സ്പേസ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എഴുതേണ്ട സാധനങ്ങൾ ഈ ഒരു ടാബ് സ്പേസിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇഫ് കണ്ടീഷൻ എന്താ ഇൻസ്ട്രക്ഷൻസ് ടു ഫോളോ. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യും, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ മതി എലിജിബിൾ ടു വോട്ട് ആണോ അല്ലയോ എന്നുള്ളത്. പ്രിൻറ്റ് യു ആർ എലിജിബിൾ ടു വോട്ട്. ഓക്കെ, ഇപ്പോൾ എലിജിബിൾ ടു വോട്ട് ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ഓക്കെ ഇപ്പോൾ എലിജിബിൾ ടു വോട്ട് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ നമ്മൾ എഴുതി. എലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ 18 ഇയേഴ്സ് അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി എലിജിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറയണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല, അതായത് ഏജ് ഇസ് ലെസ് ദാൻ 18 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അത് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതായത് എൽസ് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ എൽസ് എഴുതുമ്പോൾ നമ്മൾ എഴുതിയല്ലോ. അതായത് നമ്മളിവിടെ ഇവിടെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇഫിൻ്റെ ആ ഒരു ഐട്രേഷൻ, അതല്ലെങ്കിൽ ആ ഒരു ഇൻഡൻറ്റേഷൻ മാറ്റിയിട്ട് എഴുതേണ്ടത്. അതായത് നമ്മൾ ഇവിടെ ഇടുന്ന ഈ സ്പേസിനെ ഇൻഡൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇൻഡൻറ്റേഷൻ എല്ലായിടത്തും പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളൊരു കൺസ്ട്രെയിൻ ഉണ്ട്. സോ ഓക്കെ ഫൈൻ, വോട്ടെവർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എൽസ് എഴുതുമ്പോൾ ഈ ഇൻഡൻറ്റേഷൻ തിരിച്ചിങ്ങോട്ട് നീക്കുക. അതായത് എന്താ, ഇവിടെ ഈ സ്പേസ് ഉണ്ടല്ലോ അത് അതേപോലെ തിരിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എററടിക്കും, സ്വാഭാവികം. എന്നിട്ട് സെയിം അവിടെ കൊടുത്ത പോലെ തന്നെ ഈ കണ്ടീഷൻ ഫോൾസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ സാധനങ്ങൾ എഴുതണ്ടേ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കത്തില്ല, പല ഇൻസ്ട്രക്ഷൻ കാണുമല്ലോ. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒരു കോളൻ ഇടുക. എന്നിട്ട് ഒരു ടാബ് സ്പേസിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷനാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഇടുക. ഇൻസ്ട്രക്ഷൻസ് ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇവിടെ പ്രോഗ്രാം എഴുതുമ്പോൾ എൽസ് പ്രിന്റ് യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ഓക്കെ ഫൈൻ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്ക്. എൻ്റർ യുവർ ഏജ് 18, യു ആർ എലിജിബിൾ ടു വോട്ട്. അതല്ല, ഇനി എന്താ പറയുക, ഞാൻ ഒരു 15 അടിക്കാം, യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വോട്ടർ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം ഇൻപുട്ട് എടുക്കാം, അതേപോലെ സംഭവങ്ങൾ എടുത്തിട്ട് കുറേ കൂടി ഇൻട്രാക്റ്റീവ് ആക്കാം. പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഇതാണ്. അതായത് നെയിം ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട്. നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഇടരുത്, കാരണം അത് സ്ട്രിങ് ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഫൈൻ, ഇൻപുട്ട് എൻ്റർ യുവർ നെയിം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ട് മെസ്സേജ് കൊടുക്കാം. കൺഗ്രാറ്റ്സ് നെയിം യു ആർ എലിജിബിൾ ടു വോട്ട്. ഇവിടെ അതേപോലെ തന്നെ ഒരു സോറി മെസ്സേജും കൊടുക്കാം. സോറി നെയിം യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ഓക്കെ ഫൈൻ. ഇനി ഇവിടെ എക്സിക്യൂട്ട് നോക്ക്. എൻ്റെ പേരെന്താ, അശ്വിൻ. ഏജ് എത്രയാണ്, 21. സോ കൺഗ്രാറ്റ്സ് അശ്വിൻ, യു ആർ എലിജിബിൾ ടു വോട്ട്. ഇനി ഞാൻ ഏജ് മാറ്റി കൊടുക്കുക. അശ്വിൻ, മൈ ഏജ്, ലെറ്റ് മൈ ഏജ് 15. സോറി അശ്വിൻ, യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക. ഇനി ഞാൻ വേറൊരു കണ്ടീഷൻ പറയാം. അതായത് ഇവിടെ ഞാൻ കൊടുക്കുക നെയിം അശ്വിൻ, എൻ്റെ ഏജ് ഞാൻ -10 കൊടുക്കുക. -10 എന്നൊരു ഏജ് വാലിഡ് അല്ലല്ലോ. അതായത് ഏജ് വാലിഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കേസ് വരിക. ഇവിടെ എനിക്ക് ഇത് ഓക്കെയാണ്, അതായത് ഏജ് -10 അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് എന്ത് കൊടുത്താലും വാലിഡ് അല്ല. ഓക്കെ ഫൈൻ. ഇനി ഞാൻ ഇവിടെ എന്താ, എനിക്ക് ഈ ഒരു കേസ് കൂടി ഇടുക. അതായത് എനിക്ക് വാലിഡ് ഏജ് അല്ല എന്നുണ്ടെങ്കിൽ വാലിഡ് ഏജ് അല്ല എന്ന് പറയണം. അപ്പോൾ വാലിഡ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്, ഫ്രം 0 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കൂടുതൽ ചിലപ്പോൾ ഒരു മാക്സിമം 150 വെച്ചു. അപ്പോൾ നമുക്ക് 150 പുറത്തുള്ളവർ ചത്തുപോയില്ലടാ ഇതുവരെ എന്ന് ചോദിക്കണം. ഓക്കെ, 150 പുറത്തുള്ളവർ 150 ഓക്കെ. ഇനി 0 താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സത്യം പറയടാ എന്ന് പറയണം. ഓക്കെ, അങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കൊടുത്തു. ഓക്കെ,
ഇത് ഇപ്പം ഇത്ര സംഭവമാണെന്നോ പോട്ടെ. അതായത് ഞാനിവിടെ കൊടുക്കുക ഇഫ് ഏജ് ഓക്കെ, ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്താ, ഇവനെ എങ്ങനെയും പുറത്താക്കണം. അതാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത്. അതായത് പുറത്താക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു പാത്ത് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഏജ് ലെസ് ദാൻ 0 ആണോ ചെക്ക് ചെയ്യണം. അതായത് നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ അന്നേരം ചവിട്ടി പുറത്താക്കിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും ഇഫ് ഏജ് ഇസ് ലെസ് ദാൻ 0. ഏജ് ഇസ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറയണം, പ്രിൻറ്റ് സത്യം പറയടാ ഡാഷ് മോനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഏജ് ലെസ് ദാൻ 0 ആണെന്നുള്ള കേസ് ചെക്ക് ചെയ്തു. അന്നേരം അവനോട് സത്യം പറയടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വിട്ടേക്ക്. ഇനി അവൻ്റെ കാര്യം ഈ പ്രോഗ്രാം നോക്കിക്കോളൂ. ഇനി നമുക്ക് പുറത്താക്കാനുള്ള വേറൊരു സ്കോപ്പ് എന്താ, അതായത് നമ്മൾ ഇവിടെ നോക്കുക. അതായത് നെഗറ്റീവ് നമ്പേഴ്സിന് ഇവിടെ വന്നു, നമ്മൾ ലെസ് ദാൻ 0 ഉള്ള കേസ് ഫുൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ലെസ് ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ 18ഉം ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിലുള്ള കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമുക്ക് ഈ കണ്ടീഷൻ തെറ്റാണ് നമുക്ക്, പക്ഷേ ചെക്ക് ചെയ്യാൻ വേറൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിലും നമുക്ക് വേറൊരു ബാക്കപ്പ് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനോടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് കൊടുക്കും, എലിഫ്, അതായത് എൽസ് ഇഫ് എന്ന് പറയും. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രം, അതായത് ഇഫ് ബ്ലോക്ക് തെറ്റാണെങ്കിൽ മാത്രം ഈ എലിഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്കൊരു ലിമിറ്റഡ് എഴുതാം. ഓക്കെ, അപ്പോൾ എലിഫ് ഏജ് ഇസ് ലെസ് ദാൻ 18, ഇവിടെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ഇല്ല, ലെസ് ദാൻ 18 താഴെ ഉള്ളവരെ ആണ് നമ്മൾ പുറത്താക്കുന്നത്. അതായത് പുറത്താക്കുന്നവരുടെ കേസ് നമ്മളിവിടെ ആദ്യം എഴുതുന്നത്. മറ്റേ നേരെ തിരിച്ചായിരുന്നു. രണ്ട് കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതിയാലും ലൈക്ക് ഇറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, ഇനി നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യണേ, മോനെ കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കേസ് ഹാൻഡിൽ ചെയ്തു, ലെസ് ദാൻ 0, അതായത് 0യേക്കാളും കുറവ് കൊടുത്ത് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നവൻ്റെ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അവനോട് പറഞ്ഞു സത്യം പറയടാ ഡാഷ് മണി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എലിഫ് ഏജ് ഇസ് ലെസ് ദാൻ 80. ഓക്കെ, നമ്മൾ ഏജ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ ഇതിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. അതാണെങ്കിൽ മാത്രമേ നമ്മൾ എലിഫിലോട്ട് വരത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ട കേസ് ഏതാകെ ഏജ് ലെസ് ദാൻ ഏജ് ലെസ് ദാൻ 18 മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്തെടുക്കും, ഏജ് ലെസ് ദാൻ 18 അതേപോലെ ഗ്രേറ്റർ ദാൻ 0 അങ്ങനെയുള്ള കേസിൽ മോനെ കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നെയിം എടുത്ത് കളയാം. ലൈക്ക് ഇപ്പോൾ ഇനിയല്ല, എനിക്കെല്ലാം കൂടെ ടൈപ്പ് ചെയ്യാൻ വയ്യറേ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സിറ്റുവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 150 വയസ്സിന് മുകളിലാണെങ്കിൽ ഇതുവരെ ചത്തിലേടും ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് നോക്കാം. അതായത് എലിഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇരിക്കട്ടെ അല്ലേ, ഈക്വൽ ടു 150, അതായത് 150 അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് നീ ഇതുവരെ ചത്തില്ലേടേ, ഇല്ലെങ്കിൽ നിനക്ക് വോട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അതായത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ചത്തില്ലേടേ, ഇല്ലെങ്കിൽ നിനക്ക് വോട്ട് ചെയ്യാം എന്ന് മെസ്സേജ് കൊടുത്തു. ഇനി നമുക്ക് ലൈക്ക് ഓക്കെ, അതായത് നമ്മൾ ഏതൊക്കെ കേസ് ഹാൻഡിൽ ചെയ്തു, 0യ്ക്ക് താഴോട്ടുള്ള കേസ് ഹാൻഡിൽ ചെയ്തു. ആ സൈഡ് ഫുള്ള് നമ്മൾ ഇഫ് ബ്ലോക്കിനകത്ത് പോയി. ഓക്കെ, ഇനി 0 തൊട്ട് 18 വരെയുള്ള കേസിൽ നമ്മൾ ഈ ഒരു എലിഫ് ബ്ലോക്കിനകത്ത് പോയി. ഇനി 150 അല്ലെങ്കിൽ 150 തൊട്ട് മുകളിലോട്ട് ഉള്ള കേസിൽ അത് ഈ ഒരു എലിഫിനകത്ത് പോയി. ഇനി ആകെ ബാക്കിയുള്ള ഏതാ, 18 തൊട്ട് 150 വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്താ ചെയ്യേണ്ടത്, അതായത് ഇവരൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ദേ ആർ ആക്റ്റീവ് സിറ്റിസൺസ്, അല്ലെങ്കിൽ ആക്റ്റീവ് സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഒരു 70 വരെയാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ ഫൈൻ. അപ്പോൾ 70 ആണോ 60 ആണോ അങ്ങനെ സംഭവമാണ് പറഞ്ഞതിൽ ഫാക്ച്വലി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ ഈ 18 to 150 വരെയുള്ളവരുടെ അടുത്ത് നമ്മൾ എന്ത് പറയണം, അതായത് അവർക്ക് എലിജിബിൾ ടു വോട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. അപ്പോൾ എൽസ്, അതായത് ഇനി ആകെ അവരേ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്കിനി സ്പെഷ്യലായിട്ട് കണ്ടീഷൻ വെക്കേണ്ട കാര്യമില്ല. ഇനി ആകെ അവർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് എൽസ് പ്രിൻ്റ് മോനെ ധൈര്യമായിട്ട് പോയി വോട്ട് ചെയ്തിട്ട് വാ. ഓക്കെ, അതായത് ഇപ്പോൾ ഇത്ര സംഭവം. അതായത് ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല. അതായത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓർഡറിൽ വരാം. അതായത് ഇപ്പം ഞാനിവിടെ ചെയ്തത് എന്താ,
നെഗറ്റീവ് അല്ലെങ്കിൽ കളയാവുന്നവരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എന്താ പുറത്താക്കാവുന്നവരെ എല്ലാം പുറത്താക്കിയിട്ടാണ് നമ്മൾ അവസാനം മോനെ ധൈര്യമായിട്ട് പോയി വോട്ട് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതി ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ 0-ലോട്ട് വന്നു, 0-ൽ നിന്ന് 18-ലോട്ട് വന്നു, 18-ൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടോട്ട് വരാം, 18-ൽ നിന്ന് നമുക്ക് 150 വരാം, പിന്നെ അവസാനം 150 കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? ഇത് ഫുള്ളി നമുക്ക് അഴിച്ച് പണിയാം. എലിഫ് ഏജ് ഇസ് ലെസ് ദാൻ 150 പ്രിൻ്റ് മോനെ ധൈര്യമായിട്ട് പോയി വോട്ട് ചെയ്തിട്ട് വാ. ഓക്കെ ഫൈൻ, ഒരു എക്സ്ക്ലമേഷൻ കൊടുക്കാം, വാടാ. ഓക്കെ, എന്നിട്ട് അവസാനം ബാക്കി വരുന്നത്, ഈ കേസിൽ അവസാനം ബാക്കി വരുന്നത് ഏതാ? ഇവിടെ ലെസ് ദാൻ 0 കഴിഞ്ഞു, 0 to 18 കഴിഞ്ഞു, 80 into 150 കഴിഞ്ഞു. ഇനി 150ക്ക് മുകളിലുള്ളവരാണ് ബാക്കി എൽസിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എലിഫിൽ കൊടുത്ത മെസ്സേജ് എങ്ങനെ കൊടുക്കാം? എൽസിൽ കൊടുക്കാം. പ്രിൻറ്റ് നീ ഇതുവരെ ചത്തില്ലേടെ, ഇല്ലെങ്കിൽ നിനക്ക് വോട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഇതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിൽ നിന്ന് വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, സോ ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇഫ് ബ്ലോക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഫ് എലിഫ് എൽസ് ഈ 3 സാധനം. ഓക്കെ, പിന്നെ നോട്ട്സും അതേപോലെ ഇന്ന് നമ്മൾ ചെയ്ത പ്രോഗ്രാമും ഒറ്റ ഫയലേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാൻ ഗിറ്റബ് റെപ്പോയിൽ പുഷ് ചെയ്തിട്ട് ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ അടുത്ത വെള്ളിയാഴ്ച വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അറിഞ്ഞില്ല എന്ന് തന്നെയൊന്നും പറയരുത്. സോ ശരി എന്നാൽ.